സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധനവ് 24 മണിക്കൂറിനിടെ 128 കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ വിവരങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സൂര്യഗായത്രി, അതായത് ഇന്ന് 128-24 മണിക്കൂറിനിടെ സ്ഥിരീകരിക്കുന്നതോടെ ഏതാണ്ട് 3000-ലധികം രോഗികളാണ് വരുന്നത്. ഇത് എല്ലാം ഈ ഒമൈക്രോൺ വകഭേദമാണോ പൊതുവിൽ അറിയപ്പെടുന്നത്? എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, കരുതലുകൾ, മറ്റു നടപടികൾ? അജിൻഷാദ്, കേരളത്തിൽ 128 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ 3128 ആയിട്ടുണ്ട്. ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്നലെ രാജ്യത്താകെ ഇന്നലെ 312 കോവിഡ് കേസുകൾ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അതേസമയം വിമാനത്താവളങ്ങളിൽ തൽക്കാലം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടെന്നാണ് കേന്ദ്ര തീരുമാനമെന്ന് പറയുന്നത്. വിമാനത്താവളങ്ങളിൽ പരിശോധന നിർബന്ധമാക്കിയിട്ടില്ല. കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാൻ കൂടി കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ കർണാടക കോവിഡ് ബോധവൽക്കരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണ കന്നഡ ജില്ലയിലെ തലപ്പാടി, സാറഡുക്ക, സ്വർഗ, തുള്ളിയപദവ്, ജാൽസൂർ എന്നിവിടങ്ങളിലാണിത്. കേരളത്തിൽ കോവിഡ് ഉയർന്ന സാഹചര്യത്തിലാണ് കർണാടകയുടെ ഇത്തരത്തിലുള്ള ഒരു നടപടി എന്ന് പറയുന്നത്. കൂടാതെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബോധവൽക്കരണം മാത്രമാണ് ഈ കേന്ദ്രങ്ങളിൽ ഉണ്ടാവുക. ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെയും ഇതിനോടകം തന്നെ നിയമിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ പരിശോധന നടത്താൻ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇതിനിടയിൽ കർണാടകയിൽ കോവിഡ് വകഭേദമായ JN1 റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഉടുപ്പി സ്വദേശിയായ 82 വയസ്സുകാരനാണ് ചികിത്സയിലുള്ളത്. ഇപ്പോൾ കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ള കേസുകൾ JN1 ആണെന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. കോവിഡ് കേസുകൾ 128 പുതിയ കേസുകൾ സ്ഥിരീകരിച്ചെന്ന് മാത്രമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ അവലോകന യോഗത്തിലുമൊക്കെ ഇതിന് സമാനമായി തന്നെ കരുതലുകൾ വേണം. അതേ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിമാർക്ക് നിർദ്ദേശമൊക്കെ കേന്ദ്രം നൽകിയതാണ്. ഇപ്പോൾ ഈ 312 കേസുകളിൽ 128 കേരളത്തിലാണ് സ്ഥിരീകരിക്കുന്നത്, അല്ലേ സൂര്യഗായത്രി? 128 കേസുകളും കേരളത്തിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ലെങ്കിൽ കൂടി ഇതുപോലെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കണം, ആശുപത്രികളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കണം, കോവിഡിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന കാര്യം മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കേരളത്തിൽ ഇത്തരത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ സമീപ സംസ്ഥാനങ്ങളിൽ വരെ തീർച്ചയായും സൂര്യഗായത്രി, ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലാണ് ഏറ്റവും സമഗ്രമായ ആരോഗ്യ രംഗമുള്ളത്. അത് രാജ്യത്തിലും അതേ ലോകത്തൊക്കെ തന്നെ നമ്മൾ ഒന്നാമതെത്തിയതാണ് കേരളത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നു എന്നതുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും ആക്റ്റീവായുള്ള ആരോഗ്യരംഗമോ പരിശോധനകളോ നടക്കാത്തത് ഈ രോഗികളുടെ എണ്ണം അവിടെ രേഖപ്പെടുത്താത്തതിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ജാഗ്രത വേണം. പക്ഷേ ഇത്തരത്തിൽ കേരളത്തിൽ മാത്രമായി ഇത് ഒതുങ്ങുന്ന സാഹചര്യം കാണുന്നില്ല. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയുടെ ഒക്കെ കണക്ക് എത്ര കണ്ടാണെന്ന് അറിയേണ്ടതുണ്ട്. അജിൻഷദ്, കേരളത്തിലെ കേസുകളുടെ എണ്ണം ഉയർന്നതിന്റെ കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. ഈ പരിശോധനയിലാണ് കോവിഡ് കേസുകളുടെ എണ്ണം ഇത്തരത്തിൽ അറിയുവാൻ സാധിക്കുന്നത് എന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ കോവിഡ് കേസുകളുടെ പരിശോധന ഇപ്പോഴും സജീവമായി തുടരുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള 128 പുതിയ കോവിഡ് കേസുകളൊക്കെ സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം നിലവിലുള്ളത്. മറ്റൊരു കാര്യം, എന്തൊക്കെ വിവരങ്ങളാണ് ഇനിയുള്ളത് സൂര്യഗായത്രി? സൂര്യഗായത്രി, അതുപോലെ തന്നെ ഈ വാക്സിൻ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പ്രയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് വന്നിരുന്ന വാക്സിൻ തന്നെ ഒരുപക്ഷെ തുടരാം അതിൻ്റെ ബൂസ്റ്റർ ഡോസുകളായി, അല്ലേ? കാരണം അതും ഈ ഒമൈക്രോൺ പുതിയ വകഭേദത്തിന് എതിരെ ഫലപ്രദമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു, അല്ലേ സൂര്യഗായത്രി? തീർച്ചയായും ജിംഷാദ്,
ഈ പുതിയ ഒരു വകഭേദം പെട്ടെന്ന്, അതായത് പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതാണ് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നതിനുള്ള കാരണം. ഇതുവരെയും നമ്മൾ കഴിഞ്ഞ തവണ എടുത്ത അതേ വാക്സിൻ തന്നെയാണ് JN1നെയും പ്രതിരോധിക്കാൻ ശക്തി തരിക എന്നാണ് ആരോഗ്യ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം ഇത്തരത്തിൽ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ്. അതായത് ഉത്സവ സീസണുകളൊക്കെ വരികയാണ്. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം തുടങ്ങുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഉത്സവ സീസണും ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യമൊക്കെയാണ് വരുന്ന മാസങ്ങളിലൊക്കെ നടക്കാൻ പോകുന്ന ആഘോഷങ്ങളിലൊക്കെ കാണുവന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ ഒരു കോവിഡ് കൂടി കണക്കിലെടുത്ത് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന ഒരു നിർദ്ദേശവും കൂടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് ഇതുവരെ 3128 ഓളം കേസുകളാണ്, 3000-ലധികം കേസുകളാണ് ആക്റ്റീവായുള്ളത്. ഇന്നലെ മാത്രം, അതായത് 24 മണിക്കൂറിനിടെ മാത്രം 128 കേസുകളാണ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ്. സമഗ്രമായി ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ അനിവാര്യത കൂടി വിളിച്ചോതുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.